വന്യനായ പ്രേംപിതാവും ഞാനും ഒരു വിധത്തിൽ പറഞ്ഞാൽ സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളുകളാണ്. പിതാവിനേക്കാളൊക്കെ വളരെ സീനിയറാണ്. എങ്കിൽ പോലും തൃശ്ശൂരിലൊക്കെ വരുമ്പോൾ സ്വന്തം വീട്ടിൽ വരുന്നത് പോലെ ഇവിടെ വരാനും പിതാവിനെ കാണാനും സംസാരിക്കാനൊക്കെ ഞാൻ എന്നും പരിശ്രമിക്കാറുണ്ട്. പിതാവ് അതിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാറുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ പള്ളിയിൽ പലപ്പോഴും വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മളെന്നും ഒന്നാണ്, ഒരേ ആരാധനാക്രമം തുടരുന്നവരാണ്. സീറോ മലബാർ സഭയുടെ സീറോ എന്ന വാക്ക് നിൽക്കുന്ന കൽദായ്ക്ക് പകരമാണ്. സീറോ മലബാർ സഭ സുറിയാനി സഭയാണെന്നുള്ളതിൻ്റെ അടയാളമാണ് ആ സീറോ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാക്രമങ്ങൾ, ആരാധനാക്രമങ്ങളെല്ലാം 3 അനാഫറകളും നമുക്കൊന്ന് തുല്യമാണ്. സ്ലേഹന്മാരുടെ അനാഫറ, തേദോറിൻ്റെ അനാഫറ, നെസ്തോറിയസിൻ്റെ അനാഫറ, ഇതെല്ലാം സീറോ മലബാർ സഭയും അനുഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ 2 സഹോദരങ്ങൾ പോലെയാണ് നമ്മളെല്ലാം. നിങ്ങളുടെ ഈ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയൊരു താരശോഭയാണ് അപ്രേംപിതാവ്. എല്ലാ കാര്യത്തിലും അപ്രേംപിതാവ് കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല. ഒരു സർവ കലാവല്ലഭനായിരുന്നു. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും, സാഹിത്യരചനയുടെ കാര്യത്തിലാണെങ്കിലും, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അപ്രേംപിതാവ് എന്നും എല്ലാവർക്കും മുൻപേ പറക്കുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ ഒരു പാലം പണിക്കാരനായിരുന്നു. എന്നും ഒരു പാലം പണിയാനായിട്ട് പിതാവ് പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പിതാവ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ്. അത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ എന്നും സ്മരിക്കപ്പെടുന്നതാണ്. പിതാവ് കടന്നു പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ഇവിടെയെല്ലാം ദൈവം ഇടപെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സീറോ മലബാർ സഭയുടെ എല്ലാവരുടെ പേരിലെ, ഞങ്ങളുടെ അഭിവന്യ പിതാക്കന്മാരുടെ പേരിലും, ഞങ്ങളുടെ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെ ഒക്കെ പേരിലെ സഭയുടെ നാമത്തിലുള്ള വലിയ അനുശോചനം ഞാനിവിടെ പരസ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് വന്യപിതാക്കന്മാർ മരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ നമുക്ക് ഒരു മധ്യസ്ഥന്മാരാണ്. അതുകൊണ്ട് പിതാവ് സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനാകാൻ കാരണമാകട്ടെ. ഔഗിൻ തിരുമേനിയോടും എല്ലാ പട്ടക്കാരോടും ശമാശന്മാരോടും നിങ്ങളെല്ലാവരോടുമുള്ള സീറോ മലബാർ സഭയുടെ ഹൃദയപൂർവമായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവം അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിലെ നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്താനും സ്വർഗത്തിലെ നിങ്ങൾക്ക് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.